പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എന്തിനു വ്യാഖ്യാനിക്കണം? കാരണം നമ്മുടെ ഭാഷയിൽ തന്നെ ഏകദേശം 4 or 5 പരിഭാഷകൾ ഇന്ന് നിലവിലുള്ളപ്പോൾ അവയൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിന്റെ അർത്ഥം ഗ്രഹിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിന് ഈ വിഷമകരമായ കാര്യങ്ങൾ പഠിച്ച് അത് വ്യാഖ്യാനിക്കുകയും അതിന് അർത്ഥങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുവാൻ ശ്രമിക്കണം എന്ന ഒരു ചോദ്യം ചോദിക്കാം. വിശുദ്ധ വേദപുസ്തകം നാം എല്ലാവരും അറിയുന്നത് പോലെ ഏകദേശം 40-ൽ അധികം എഴുത്തുകാരാൽ വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഷയിൽ ജീവിച്ചിരുന്നവർ, വിവിധ സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ, ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്ത പ്രചോദനമനുസരിച്ച് അവർക്ക് വഴങ്ങുന്ന ഭാഷയിലും അവർ പഠിച്ചെടുത്തിരിക്കുന്ന സംസ്കാരത്തിലും നിന്നുകൊണ്ട് എഴുതപ്പെട്ട 66 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ വേദപുസ്തകം. ഇത് എഴുതി പൂർത്തീകരിക്കപ്പെട്ടത് ഏകദേശം 1500 മുതൽ 1600 വർഷങ്ങൾ എടുത്താണ് എഴുതിയത്. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം എഴുതി കഴിഞ്ഞ് ഏകദേശം 1500 വർഷങ്ങൾ കഴിഞ്ഞാണ് അവസാന പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1500-600 വർഷങ്ങളിലെ സംസ്കാരത്തിലും ഭാഷാ പ്രയോഗങ്ങളിലും വന്ന മാറ്റങ്ങൾ നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. ഒരുപക്ഷെ അന്ന് അതെഴുതിയപ്പോൾ ഉദ്ദേശിച്ച അർത്ഥത്തിലായിരിക്കേയില്ല ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ന് ദൈവാത്മാവ് എഴുത്തുകാരന് അത് കൊടുത്തപ്പോൾ എന്താണ് ദൈവാത്മാവ് ഉദ്ദേശിച്ചത്? എഴുത്തുകാരന് എന്താണ് മനസ്സിലായത്? എഴുത്തുകാരൻ ഇത് വായിക്കുന്നവൻ എന്താണ് ഗ്രഹിക്കേണ്ടത് എന്ന് നാം ഇന്ന് ഈ 2500-2600 വർഷങ്ങൾ കഴിയുമ്പോൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കണം.